നമസ്കാരം. KCN മലയാളം വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അപൂർവ സംഗമത്തിന് സാക്ഷിയായി റംസാനിലെ അവസാന വെള്ളിയും 27-ാം രാവും. പ്രാർത്ഥനയിൽ മുഴുകി ഇസ്ലാം മത വിശ്വാസികൾ. കോൺക്രീറ്റ് തൂണുകൾക്ക് വിട. ഇനി മുതൽ KSEBയിൽ ലൈൻ വലിക്കുന്നത് ട്യൂബ്ലർ പോളിലൂടെ. എൻഡോസൾഫാൻ ദുരിതബാധിതരെ ചൂഷണം ചെയ്യുന്നതായി പരാതി. നേതാക്കളാണ് ചൂഷണം ചെയ്യുന്നതെന്ന് ദുരിതബാധിതരുടെ രക്ഷിതാക്കൾ. മുട്ടത്തൊടി സഹകരണ ബാങ്കിലെ മുക്കുപണ്ട തട്ടിപ്പ്. അന്വേഷണം ക്രൈംബ്രാഞ്ചിന്. KCN ന്യൂസ് ഇംപാക്ട്. മഞ്ചേശ്വരം ഉദ്യാവര ദേശീയപാതയിലെ വെള്ളക്കെട്ട് നീക്കം ചെയ്തു. KCN വാർത്തയെ തുടർന്നാണ് നടപടി. കാണിയൂർ പാതയ്ക്ക് ബജറ്റിൽ തുക വകയിരുത്തണം. MP-യുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്ക് നിവേദനം. വാർത്തകൾ വിശദമായി. റംസാനിലെ അവസാന വെള്ളിയും 27-ാം രാവും ഒരേ ദിവസമായപ്പോൾ പള്ളികൾ വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു. പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് സ്വലാത്ത് ജാഥയായാണ് വിശ്വാസികൾ എത്തിച്ചേർന്നത്. റംസാനിലെ അവസാന വെള്ളിയാഴ്ചയും 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന 27-ാം രാവും ഒരേ ദിവസമായപ്പോൾ വെള്ളിയാഴ്ച പള്ളികൾ വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു. അള്ളാഹുവിന്റെ ആജ്ഞാനുസരണം മലക്കുകൾ ലൈലത്തുൽ ഖദ്റിന്റെ രാവിൽ ഭൂമിയിലിറങ്ങും. പ്രഭാതം വരെ തുടരുന്ന സലാമിന്റെ രാവാണിത്. 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള രാവാണെന്നത് ആ രാവിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. പൂർവ്വകാല സമുദായങ്ങളെ പരിശോധിക്കുമ്പോൾ അവർക്ക് ആരോഗ്യവും ആയുസ്സും വർദ്ധിച്ചിരുന്നതായി കാണാൻ കഴിഞ്ഞിരുന്നത് വ്രതശുദ്ധിയോടെയുള്ള ഉപവാസത്തിന്റെ ഭാഗമായാണ്. വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന രാവ് കൂടിയാണ് 27-ാം രാവ്. വളരെ അപൂർവമായാണ് റംദാനിൽ വെള്ളിയാഴ്ചയും 27-ാം രാവും ഒരുമിച്ചെത്തുക. ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയുടെ പുണ്യം ഈ ഒരൊറ്റ രാവിന്റെ വിശുദ്ധി കൊണ്ട് ലഭിക്കുമെന്നാണ് വിശ്വാസം. ജില്ലയിലെ വൈദ്യുതി സെക്ഷൻ ഓഫീസുകളിലേക്ക് കോൺക്രീറ്റ് തൂണുകൾക്ക് പകരമായി ട്യൂബ്ലർ പോളുകൾ എത്തിത്തുടങ്ങി. ട്യൂബ്ലർ പോളുകൾക്ക് സുരക്ഷ കൂടുതലാണെന്ന് KSEB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുരേന്ദ്ര വ്യക്തമാക്കി. കഴിഞ്ഞ മാസം കുറ്റിക്കോൾ കാവുങ്കാലിൽ കോൺക്രീറ്റ് വൈദ്യുതി തൂൺ ഒടിഞ്ഞു വീണ് രാജീവൻ എന്ന തൊഴിലാളി മരിക്കുകയും പിലിക്കോട് ഉൾപ്പെടെയുള്ള സെക്ഷൻ ഓഫീസ് പരിധിയിൽ സമാന രീതിയിലുള്ള അപകടം നടക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് കോൺക്രീറ്റ് തൂണിന് പകരം ട്യൂബ്ലർ പോൾ ഉപയോഗിക്കുന്നതെന്ന് KSEB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുരേന്ദ്ര KCN ന്യൂസിനോട് പറഞ്ഞു. മഞ്ചേശ്വരത്തു നിന്നും എത്തിച്ച കോൺക്രീറ്റ് തൂണുകളാണ് മിക്കയിടത്തും പ്രവൃത്തിക്കിടയിൽ ഒടിഞ്ഞു വീണത്. ഇതേ തുടർന്ന് നേരത്തെ എത്തിച്ച തൂണുകൾ ഉപയോഗിക്കേണ്ടതില്ലെന്ന് ഉത്തരവുണ്ടായി. ഈ സാഹചര്യത്തിലാണ് കണ്ണൂർ സബ് സ്റ്റേഷനിൽ നിന്ന് ട്യൂബ്ലർ പോൾ ജില്ലയിലെ വിവിധ വൈദ്യുതി സെക്ഷൻ ഓഫീസുകളിൽ എത്തിക്കുന്നത്. ഇച്ചിരി കോസ്റ്റ് കൂടുതലാണ് എന്നുള്ള ഒരു കുറവല്ലാണ്ട് മറ്റെല്ലാ രീതിയിൽ വെച്ച് നോക്കുമ്പോഴും നല്ല ഒരു മെച്ചപ്പെട്ട രീതിയാണ് അതിലുള്ളത്. അത് ഇപ്പോൾ എല്ലാ സെക്ഷൻ ഓഫീസിലേക്കും ഒരു 15 വെച്ചിട്ട് ഇപ്പോൾ സപ്ലൈ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ഇനി തുടർന്ന് സപ്ലൈ എല്ലാ സെക്ഷൻ ഓഫീസിലേക്കും കൂടുതലായും സപ്ലൈ ഉണ്ടാവും. അതിൽ ഒറ്റ ഒരു ഡിസഡ്വാൻറ്റേജ് നമ്മൾ കാണുന്നത് എന്താണെന്ന് പറഞ്ഞാൽ മറ്റ് PSC പോളിൽ കയറുന്ന അത്ര എളുപ്പത്തിൽ ഇത് കയറാൻ പറ്റില്ല. ഏണി ഉപയോഗിച്ചിട്ട് മാത്രമേ നമുക്കിതിൽ ഈ പോസ്റ്റയിൽ കയറാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ സാധാരണ തെങ്ങയിൽ കയറുന്ന രീതിയിൽ ആ രീതിയിലുള്ള ഒരു വർക്ക് സ്കില്ലുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഏണിയിൽ വെച്ച് കയറുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വർക്ക് ചെയ്യാനായിട്ടുള്ള സേഫ് ആയിട്ടുള്ള മെത്തേഡ്. നമുക്ക് എല്ലാ സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ സെക്ഷൻ ഓഫീസിൽ ലാഡറൊക്കെ ഉണ്ട്. ലാഡർ വെച്ചിട്ട് ഈ പോസ്റ്റയിൽ കയറി വർക്ക് ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല. ആ രീതിയിൽ ചെയ്യാൻ പറ്റും. വാഹനങ്ങൾ ഇടിച്ചു കഴിഞ്ഞാൽ മറ്റ് PSC പോളാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒടിഞ്ഞു പോകും. പക്ഷേ ഈ പോസ്റ്റ് ആണെങ്കിൽ ബെൻഡാവുകയുള്ളൂ, ഒടിഞ്ഞു പോകില്ല. വാഹനം ഇടിക്കുമ്പോഴും ഇതിന് അപകടം കുറവാണ്. കാലവർഷക്കെടുതിയിൽ മരം കടപുഴകി വീണ് മിക്കയിടത്തും തൂണുകൾ തകരുകയും വൈദ്യുതി വിതരണം താറുമാറാവുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് അടിയന്തിരമായി എല്ലാ സെക്ഷൻ ഓഫീസുകളിലേക്കും 15 വീതം ട്യൂബ്ലർ പോൾ എത്തിക്കുന്നത്. ഇത് താരതമ്യേന ഭാരം കുറഞ്ഞതായതിനാൽ ജോലി ചെയ്യുന്നവർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇതിനോട് ജനങ്ങൾ പൂർണ്ണമായും സഹകരിക്കണമെന്നും സുരേന്ദ്ര അഭ്യർത്ഥിച്ചു. എൻഡോസൾഫാൻ ദുരിതബാധിതരെ ചൂഷണം ചെയ്യുന്നതായി ആരോപണം. സ്നേഹ ദുരിതബാധിതർക്ക് പ്രയോജനപ്പെടുന്നില്ലെന്ന് ആക്ഷേപവുമായി ദുരിതബാധിത കുടുംബങ്ങളിലെ വീട്ടമ്മമാർ രംഗത്ത്. അമ്പലത്തറയിൽ എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി നിർമ്മിച്ച സ്നേഹവീടിന്റെ പ്രയോജനം അർഹരായ ആളുകൾക്ക് ലഭിക്കുന്നില്ലെന്ന പരാതിയുമായി ദുരിതബാധിത കുടുംബങ്ങൾ രംഗത്ത് വന്നു. ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ നേതാക്കൾ അഴിമതി നടത്തുകയാണെന്ന് വീട്ടമ്മമാർ ആരോപിച്ചു. പ്രശ്നത്തിൽ ജില്ലാ കലക്ടർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും വീട്ടമ്മമാർ ആവശ്യപ്പെടുകയുണ്ടായി. ഇപ്പോഴും ഇതേ ഇതിന്റെ പേരും പറഞ്ഞിട്ട് 300ഓളം കുട്ടികളെ ക്യാമറയിൽ വളർത്തിയിട്ട് ഈ 300ഓളം കുട്ടികളെ ഞാൻ സംരക്ഷിക്കുന്നുണ്ട്. അവർക്ക് വേണ്ട ചികിത്സാ സഹായം, അവർക്ക് വേണ്ട എല്ലാ സഹായവും ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതാണ് ഇന്നും നല്ലവരായ നാട്ടുകാരോടും
സമ്പന്നരായവരോടും പിന്നെ സാമ്പത്തിക സഹായം ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും നാൾ കുട്ടി ഇതൊരു സമൂഹം പുറത്തറിയണമല്ലോ. ഇങ്ങനത്തെ കുഞ്ഞുങ്ങളെ വെച്ചിട്ട് ഇത്രയും അധികം പണം സമ്പാദിച്ചിട്ട് ഇന്ന് വരെ കുഞ്ഞുങ്ങളെ കൊണ്ടിരിക്കുക, അമ്മമാരെ കൊണ്ടിരിക്കുക, ഒന്നും അയാൾ ചെയ്തു തന്നില്ല. മറ്റേ സ്കൂളിൽ നിന്ന് പറഞ്ഞ് വണ്ടിയെ സൗകര്യമില്ല, ശാന്തയെ നിൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞ് രണ്ട് വണ്ടി സൗജന്യമായിട്ട് കിട്ടും. ആ 2 വണ്ടി കിട്ടിയിട്ട് ഇന്ന് വരെ എൻ്റെ അങ്ങനത്തെ കുഞ്ഞുങ്ങളായി കൊണ്ടുപോകാൻ അവർ സമ്മതമായില്ല. ആ വണ്ടി കൃഷ്ണൻ എന്ന് പറയുന്നവരെ മോളെ കയ്യിലാണ് ഇതിൻ്റെ വാടകയ്ക്ക് പോകുന്നത്. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ പി നാരായണി, കെ രമണി, മാധവി, കെ വത്സല തുടങ്ങിയവർ പങ്കെടുത്തു. മുട്ടത്തൊടി സഹകരണ ബാങ്കിലെ മുക്കുപണ്ട തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസ് ക്രൈംബ്രാഞ്ചിന് വിടാൻ തീരുമാനിച്ചു. ഇത് സംബന്ധിച്ച ശുപാർശ അന്വേഷണ സംഘം ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറി. വിശദമായ അന്വേഷണമാണ് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നതിലൂടെ ലക്ഷ്യമിടുന്നത്. ബാങ്കിന്റെ നായന്മാർമൂല ശാഖയിലും കളക്ടറേറ്റിന് സമീപത്തുള്ള സായാഹ്ന ശാഖയിലുമായി 4.6 കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നത്. കേസിൽ ബാങ്ക് അപ്രൈസർമാരായ നീലേശ്വരം പള്ളിക്കരയിലെ ടി സതീഷ്, ടി സത്യപാലൻ, സായാഹ്ന ശാഖയുടെ മാനേജർ അമ്പലത്തറ കോട്ടപ്പാറയിലെ TR സന്തോഷ്, കുണ്ടാറിലെ ഹാരിസ്, ചെങ്കള സിറ്റിസൺ നഗറിലെ KA അബ്ദുൾ മജീദ്, ഭീമനടിയിലെ ജയരാജൻ എന്നിവരാണ് കേസിലെ പ്രതികൾ. ഇവർ ഇപ്പോൾ റിമാൻഡിലാണ്. 140 ഇടപാടുകളിലായാണ് ഇവർ കോടികൾ തട്ടിയത്. റിമാൻഡിലായ സന്തോഷ് കുമാർ, സതീഷ്, ഹാരിസ് തുടങ്ങിയവരെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നും സുപ്രധാനമായ ചില തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. മുട്ടത്തൊടി സഹകരണ ബാങ്കിലെ തട്ടിപ്പിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിലെ സ്വർണ്ണപ്പണയ ഇടപാടുള്ള ബാങ്കുകളിലെല്ലാം പരിശോധന നടത്തിയതിൽ പിലിക്കോട് സഹകരണ ബാങ്കിന്റെ കാലിക്കടവ് ശാഖയിലും ഉദുമ പനയാൽ സർവീസ് ബാങ്കിലും മഞ്ചേശ്വരം മജ്ബയൽ ബാങ്കിലും പെരുമ്പള സഹകരണ ബാങ്കിലും തട്ടിപ്പ് നടന്നതായി കണ്ടെത്തി. മഞ്ചേശ്വരം ഉദ്യാവര ദേശീയപാതയിൽ വെള്ളം കെട്ടിനിൽക്കുന്നത് ദേശീയപാത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഓവുചാൽ നിർമ്മിച്ച് പരിഹരിച്ചു. KCN ചാനൽ ഈ വാർത്ത കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഉദ്യാവര സന്ധ്യ ഗാരേജിന് സമീപത്തുള്ള ദേശീയപാതയിലാണ് വെള്ളം കെട്ടിനിൽക്കുന്നത് കാരണം യാത്രക്കാർക്കും മറ്റും ദുരിതമായി മാറിയ അവസ്ഥ ഉണ്ടായത്. റോഡിന്റെ ഇരുവശവും ഓവുചാൽ നിർമ്മിച്ചാൽ മാത്രമേ ഇതിനൊരു പരിഹാരമാവുകയുള്ളൂവെന്ന് മഞ്ചേശ്വരം കൺസ്യൂമർ സൊസൈറ്റി നേതാക്കളും നാട്ടുകാരും അഭിപ്രായപ്പെട്ടിരുന്നു. KCN ചാനൽ വാർത്ത റിപ്പോർട്ട് ചെയ്തത് ശ്രദ്ധയിൽപ്പെട്ട ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം സംഭവസ്ഥലത്ത് എത്തി. റോഡിന്റെ ഇരുഭാഗങ്ങളിലും ഓവുചാൽ നിർമ്മിച്ച് വെള്ളത്തെ അവിടെ നിന്നും നീക്കം ചെയ്തു. ബാക്കി ജോലികൾ ഉടൻ പൂർത്തിയാക്കുമെന്ന് അധികൃതർ KCN ന്യൂസിനോട് പറഞ്ഞു. ಈಗ ನಿನ್ನೆ ಇಡೀ ಕೆಲಸ ಮಾಡಿದ್ದೆವು JCB ತಂದು. JCBಯಲ್ಲಿ ಕಾಂಕ್ರೀಟ್ ಡ್ರೈನ್ ಕ್ಲಿಯರ್ ಆಗೋದಿಲ್ಲ. ಹಾಗೆ ಇವತ್ತು ಕೂಲಿ ಕೆಲಸ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಈಗ ಅಲ್ಲಿ ಓಪನ್ ಆಗಿ ಬಿಟ್ಟಾಯಿತು, ಈಗ ಹೋಗ್ತಾ ಇತ್ತು. ಇವತ್ತಿಗೆ ಸಂಜೆ ಒಳಗೆ ಕ್ಲಿಯರ್ ಆಗಿದೆ. കാഞ്ഞങ്ങാട് പാണത്തൂർ കാണിയൂർ പാതയ്ക്ക് സംസ്ഥാന ബജറ്റിൽ തുക വകയിരുത്തണമെന്ന് അഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന് നിവേദനം നൽകി. P കരുണാകരൻ MPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇത് സംബന്ധിച്ച് നിവേദനം നൽകിയത്. കേന്ദ്ര പദ്ധതികളുടെ ചിലവിൽ പകുതി വിഹിതം അതത് സംസ്ഥാനങ്ങൾ വഹിക്കണമെന്നാണ് പുതിയ നയം. ഇത് LDF സർക്കാർ അംഗീകരിച്ചു. 2009 റെയിൽവേ ബജറ്റിലാണ് പദ്ധതി ഉൾപ്പെടുത്തിയത്. സർവേക്ക് അന്നത്തെ LDF സർക്കാർ എല്ലാ പിന്തുണയും നൽകി. 82 കിലോമീറ്ററുള്ള റെയിൽപാത ലാഭകരമെന്നാണ് സർവേയിൽ കണ്ടെത്തിയത്. പാതയിൽ 42 കിലോമീറ്റർ കേരളത്തിലും 40 കിലോമീറ്റർ കർണാടകയിലുമാണ്. കേരളത്തിൽ സർവേ പൂർത്തിയായിട്ടും കർണാടകയിൽ വനം മേഖലയിലൂടെയുള്ള സർവേ വൈകിയിരുന്നു. നിരന്തര ഇടപെടലിൽ കർണാടകയിലെ സർവേയും പൂർത്തിയായി. കഴിഞ്ഞ UDF സർക്കാർ കേന്ദ്ര നിർദ്ദേശം പാലിക്കാൻ തയ്യാറായില്ല. ഇതിനാൽ പദ്ധതി നഷ്ടപ്പെടാൻ സാധ്യതയേറി. ശക്തമായ ഇടപെടലിൽ റെയിൽവേ റീസർവേ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാത യാഥാർത്ഥ്യമാകണമെങ്കിൽ ഭൂമി ഏറ്റെടുക്കുന്ന കാര്യത്തിലടക്കം സംസ്ഥാന സർക്കാരിന്റെ സഹായം വേണം. കർണാടക സർക്കാരിന്റെ സഹായമുണ്ടാകുമ്പോൾ സ്വപ്ന പദ്ധതി വേഗത്തിലാകുമെന്ന് നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടി. ഇനി പുണ്യം തേടി. റംസാനിലെ 27ാം രാവിന്റെ പുണ്യം തേടി എത്തിയ ആയിരങ്ങൾക്ക് ചായയും പലഹാരവും നൽകി. തായിലങ്ങാടി ശാഖ യൂത്ത് ലീഗ് കമ്മിറ്റിയാണ് ലഘുഭക്ഷണമൊരുക്കി മാതൃകയായത്. തായിലങ്ങാടി ടവർ ക്ലോക്കിന് സമീപത്തായിരുന്നു പരിപാടി. പഴംപൊരി, നെയ്പത്തിരി, കിഴങ്ങുപൊരി, മുളക് പൊരി, ഈത്തപ്പഴം തുടങ്ങിയ പലഹാരങ്ങളാണ് നൽകിയത്. റംസാനിലെ 27ാം രാവിന്റെ പുണ്യം തേടി മാലിക് ദിനാർ വലിയ ജുമാഅത്ത് പള്ളി, തായിലങ്ങാടി ഖിലർ ജുമാ മസ്ജിദ് തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് എത്തിയവർക്കാണ് പലഹാരങ്ങൾ നൽകിയത്. ഇത് 6ാം തവണയാണ് യൂത്ത് ലീഗ് കമ്മിറ്റി ചായ സൽക്കാരം നടത്തുന്നത്. തായിലങ്ങാടി ശാഖ മുസ്ലിം ലീഗ് കമ്മിറ്റി ഇതുപോലെയുള്ളൊരു പരിപാടി 7 വർഷമായി ഇവിടെ നടത്തപ്പെടുന്നത്.
ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ച് റംസാൻ 27-ന് മാലിക്കിനാർ ഉള്ളാളം തുടങ്ങിയ ദർഗയിലേക്ക് വരുന്ന ആയിരക്കണക്കിന് തീർത്ഥാടകർക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും കാസർഗോഡ് നഗരത്തിൽ നിന്ന് കിട്ടാത്ത ഒരു അവസ്ഥ വന്നപ്പോഴാണ് താലങ്ങാടി ശാഖ യൂത്ത് ലീഗ് കമ്മിറ്റി ഇതുപോലെയുള്ളൊരു പരിപാടി ആരംഭിച്ചത്. ആയിരക്കണക്കിന് ആൾക്കാർ ഇവിടെ എത്തുന്നുണ്ട്. രാത്രി 8 മണി മുതൽ സ്വബീക്ക് 4 മണി വരെ ഇവിടെ ഈ ചായ സൽക്കാരം നടക്കുന്നുണ്ട്. എണ്ണെ നെല്ലിക്കുന്ന് MLA, മുസ്ലിം ലീഗ് നേതാവ് TE അബ്ദുള്ള, A അബ്ദുൾ റഹ്മാൻ, ഹാജി MA കടവത്ത്, KM അബ്ദുൾ റഹ്മാൻ, അഡ്വക്കേറ്റ് VM മുനീർ, ലുക്മാനുൽ ഹക്കീം, TA ഷാഫി, KM ബഷീർ, മുഹമ്മദ് കുഞ്ഞി ഹാജി തുടങ്ങിയവർ സംബന്ധിച്ചു. ചായ സൽക്കാരത്തിന് മുൻ നഗരസഭാ കൗൺസിലർ മുഹമ്മദ് കുഞ്ഞി തായ്ലങ്ങാടി, ജനറൽ സെക്രട്ടറി KM ഹാരിസ്, യൂത്ത് ലീഗ് ശാഖാ പ്രസിഡന്റ് ഗഫൂർ മാളിക, TA ഷിഹാബ്, സക്കറിയ, സമീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. മറ്റ് വാർത്തകളിലേക്ക്. ഷോക്കേറ്റ് മരിച്ചയാളെ കിണറ്റിൽ തള്ളിയ കേസ്. പ്രതിക്കെതിരെ തന്റേതല്ലാത്ത കാരണത്താലുള്ള നരഹത്യയ്ക്ക് കേസെടുത്തു. ബജഗുഡ്ലുവിലെ വാമന നായക്കാണ് പ്രതി. ബജഗുഡ്ലുവിലെ സുന്ദരയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് വാമന നായിക്കിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അനുമതിയില്ലാതെ അനധികൃതമായി വൈദ്യുതി സ്ഥാപിച്ചതിനും വാമന നായിക്കിനെതിരെ കേസെടുത്തു. ജൂൺ 22-ന് രാവിലെയാണ് ഉപയോഗശൂന്യമായ കിണറിൽ സുന്ദരയുടെ ജഡം കണ്ടെത്തിയത്. ദുരൂഹത നിലനിന്നതിനാൽ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് സുന്ദരയുടെ മരണം ഷോക്കേറ്റിട്ടാണെന്ന് തെളിഞ്ഞത്. കാട്ടുപന്നികൾ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നതിനാൽ അവയെ തുരത്തുന്നതിന് വേണ്ടിയാണ് വൈദ്യുതി കമ്പികൾ സ്ഥാപിച്ചത്. ഇതിൽ തട്ടിയാണ് അബദ്ധത്തിൽ സുന്ദര കൊല്ലപ്പെട്ടത്. വാമന നായിക്കിനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് കിണറ്റിൽ മൃതദേഹം കൊണ്ടിട്ടത് ഇദ്ദേഹം തന്നെയാണെന്ന് സമ്മതിച്ചത്. രാമനാഥ സാംസ്കൃതിക ഭവനത്തിന്റെ നേതൃത്വത്തിൽ കന്നഡ പത്രിക ദിനാചരണം ആചരിച്ചു. കറാവലി സാംസ്കൃതിക പ്രതിഷ്ഠാന കാസർഗോഡുമായി ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. കോട്ടകണ്ണി ശ്രീ രാമനാഥ സാംസ്കൃതിക ഭവനിൽ നടന്ന പരിപാടി കർണാടക ചലച്ചിത്ര അവാർഡ് ജേതാവും മാധ്യമപ്രവർത്തകനുമായ ഗണേഷ് കാസർഗോഡ് ഉദ്ഘാടനം ചെയ്തു. ಈಗಿನ ಯುವ ಪತ್ರಕರ್ತರಿಗೆ ನಾನು ಹೇಳೋದಿಷ್ಟೇ, ನಿಮ್ಮ ಹೆಸರು ವಿಳಾಸ ಆಗುವಂತೆ ನೋಡ್ಕೊಳ್ಳಿ. ಬಂದಾಗ ಉದಯವಾಣಿ ಆಗಿರಲಿ, ಪ್ರಜಾವಾಣಿ ಆಗಿರಲಿ, ಕನ್ನಡಪ್ರಭ ಆಗಲಿ, ಯಾವುದೇ ಒಂದು ಪತ್ರಿಕೆ ಮೂಲಕ ಬರ್ತೀರಿ, ಬಂದ ಮೇಲೆ ನಿಮ್ಮದೇ ಆದಂಥ ಒಂದು ವ್ಯಕ್ತಿತ್ವವನ್ನು ರೂಢಿಸ್ಕೊಳ್ಳಿ. ಅದನ್ನೇ ನಾನು ಹೇಳಿದ್ದು, ಹೆಸರೇ ವಿಳಾಸ ಆಗುವಂಥ ಸಂದರ್ಭ. ಇಂತಹ ಸಮಾರಂಭವನ್ನು ಮಾಡಿ ಸ್ನೇಹಿತರನ್ನು ಜೊತೆ ಸೇರಿಸಿ ಚರ್ಚಿಸಿ ಏನಾದರೂ ನಮ್ಮ ಬೆಂಗಳೂರು ಕಡೆಯಿಂದ ಆಗಬೇಕಾಗಿದ್ದರೆ ನಾನು ಅದಕ್ಕೆ ರೆಡಿ ಇದ್ದೀನಿ. ಇದು ಈ ಸಂದರ್ಭದಲ್ಲಿ ನಾನು ಮಾಡುವಂಥ ಪ್ರಾಮಿಸ್. രാധാകൃഷ്ണൻ ഉളിയത്തടുക്ക അധ്യക്ഷത വഹിച്ചു. ശ്രീലത, വൈ സത്യനാരായണ, ഗുരുപ്രസാദ് കോട്ടക്കണ്ണി, ജഗദീഷ് കൂഡ്ലു തുടങ്ങിയവർ പ്രസംഗിച്ചു. ചടങ്ങിൽ ബാലകൃഷ്ണ അഗിത്തായ, സുബ്രഹ്മണ്യ ഭട്ട്, പുരുഷോത്തമ പെർള, കെ ഗംഗാധര എന്നിവരെ ആദരിച്ചു. ചിത്താരെ കടപ്പുറത്ത് കടൽക്ഷോഭം രൂക്ഷമായി. നിരവധി വീടുകൾ അപകട ഭീഷണിയിൽ. കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. വാഗ്ദാനങ്ങളല്ലാതെ നടപടികളുണ്ടാവുന്നില്ലെന്ന പരാതി മാത്രമാണ് ചിത്താരിയിലെ കുടുംബങ്ങൾക്ക് പറയാനുള്ളത്. ഓരോ വർഷവും 3-4 മീറ്റർ ഭൂമിയാണ് ഓരോ കുടുംബത്തിനും കടലേറ്റത്തിലൂടെ നഷ്ടമാവുന്നത്. രൂക്ഷമായ കടലേറ്റത്തിന്റെ നാടുകളിൽ ഭീതിയോടെയാണ് ഇവിടെ കുടുംബങ്ങൾ താമസിച്ചു വരുന്നത്. പ്രത്യേക പാക്കേജ് ഒരുക്കി കുടുംബങ്ങളെ മാറ്റി താമസിപ്പിക്കണമെന്ന ആവശ്യമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. കടൽക്ഷോഭം ശക്തമായതോടെ 30ഓളം തെങ്ങുകൾ കടപുഴകി വീണിട്ടുണ്ട്. മുൻകാലങ്ങളിൽ പരിഹാര നടപടി ഉണ്ടാകുമെന്ന് ജനപ്രതിനിധികൾ ഉറപ്പു നൽകിയെങ്കിലും നടപടി ഇതുവരെയും ഉണ്ടായിട്ടില്ല. ചിത്താരിക്കടപ്പുറത്തെ സരോജിനിയുടെ വീട് ഏതു നിമിഷവും നിലംപൊത്താറായ അവസ്ഥയിലാണ്. കുടുംബങ്ങളെ മാറ്റി താമസിപ്പിക്കാൻ അടിയന്തര നടപടി വേണമെന്ന് വാർഡംഗം സുകുമാരൻ ആവശ്യപ്പെട്ടു. ചിത്താരിക്കടപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ കാലവർഷക്കെടുതിയിലും ധാരാളം വീടുകൾക്കും അതുപോലെ തന്നെ തെങ്ങുകളും നാശനഷ്ടം സംഭവിക്കുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയോ അതുപോലെ തന്നെ യാതൊരുവിധ ആനുകൂല്യങ്ങളോ ഇതുവരെ നൽകിയിട്ടില്ല. ഈ പ്രദേശത്ത് സാധാരണ 250ഓളം മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്ന ഒരു തീരപ്രദേശമാണ്. ഓരോ വർഷവും 2 മീറ്റർ 3 മീറ്റർ കടൽക്ഷോഭം ഉണ്ടായിട്ട് നശിക്കുന്നുണ്ടെങ്കിലും അധികം തിരിഞ്ഞു നോക്കാത്ത ഒരു കാലഘട്ടമാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരായി ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ശക്തമായ എതിർപ്പും അതുപോലെ തന്നെ വളരെയധികം രോഷാകുലമായി സംസാരിക്കുന്ന ഒരു രീതിയാണ് ഇന്നിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കടൽക്ഷോഭം രൂക്ഷമായ പ്രദേശങ്ങളിൽ അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദാമോദരന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിക്കുകയുണ്ടായി. ചാലിങ്കാലിലെ അരുൺകുമാറിന് കൈത്താങ്ങായി SFI. അരുൺകുമാറിനുള്ള വിദ്യാഭ്യാസ ഫണ്ടും പഠനോപകരണങ്ങളും SFI കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിക്ക് കൈമാറി.
SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ ചാലിങ്കാൽ പുറമ്പോക്ക് കോളനിയിൽ താമസിക്കുന്ന അരുൺകുമാറിന് കൈത്താങ്ങായാണ് SFI കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി പ്രവർത്തകർ എത്തിയത്. അരുൺകുമാറിനായുള്ള വിദ്യാഭ്യാസ ഫണ്ടും പഠനോപകരണങ്ങളും SFI പ്രവർത്തകർ കൈമാറി. അരുണിന്റെ അമ്മ രമണി കൂലിപ്പണിയെടുത്താണ് കുടുംബം പുലർത്തിയിരുന്നത്. വൈദ്യുതി കണക്ഷൻ പോലുമില്ലാത്ത കൂരയിൽ നിന്നാണ് അരുൺകുമാർ ഈ മിന്നും വിജയം കൈപ്പിടിയിലാക്കിയത്. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ വിദ്യാഭ്യാസ ഫണ്ട് കൈമാറി. അംഗമായി ഒരു മാതൃകാ വിദ്യാർത്ഥിയായി SFIയെ സംബന്ധിച്ച് SFI പഠിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ പഠിക്കാൻ ഭൗതിക സാഹചര്യമില്ലാത്ത വിദ്യാർത്ഥികളെ ഒരു കൈ സഹായിക്കാൻ ഒരു താങ്ങായി തണലായി SFI എന്ന് നിലകൊണ്ടിട്ടുണ്ട്. ഇവിടെ SFIയുടെ കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയും ആ മാതൃകാപരമായ പ്രവർത്തനം ഏറ്റെടുക്കുകയാണ് അരുൺകുമാറിനെ സഹായിക്കുന്നതിലൂടെ. CPIM ഏരിയ സെക്രട്ടറി P. നാരായണൻ പഠനോപകരണങ്ങൾ കൈമാറി. SFI ജില്ലാ പ്രസിഡന്റ് K. മഹേഷ് ഉപഹാരം നൽകി. C. സിദ്ധാർത്ഥ് രവീന്ദ്രൻ അധ്യക്ഷനായി. ബാബുരാജ്, ബാബു, വൈശാഖ് ശോഭനൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഫണ്ട് അനുവദിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ കേരളത്തോട് കടുത്ത അവഗണന കാട്ടുന്നുവെന്ന് വെൽഫെയർ ഓഫ് മൈനോറിറ്റീസ് സംസ്ഥാന കമ്മിറ്റി അംഗം C. മുഹമ്മദ് കുഞ്ഞി. കാഞ്ഞങ്ങാട്ട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാർ ന്യൂനപക്ഷ പദ്ധതികളെ അവഗണിക്കുകയാണെന്ന് ന്യൂനപക്ഷ ക്ഷേമ സമിതി അംഗം C. മുഹമ്മദ് കുഞ്ഞി ആരോപിച്ചു. പുതിയ കേന്ദ്ര ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം പല പദ്ധതികളും നിർത്തലാക്കുകയോ മരവിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ന്യൂനപക്ഷ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഫണ്ട് അനുവദിക്കുന്നതിൽ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് കടുത്ത അവഗണനയാണ് കാട്ടുന്നത്. നേരത്തെ 2014 അരുൺ ജെയ്റ്റ്ലി അവതരിപ്പിച്ച ബഡ്ജറ്റിൽ 4669.23 കോടി രൂപ വകയിരുത്തിയിരുന്നു. ഇത് UPA ഗവൺമെന്റിന്റെ അവസാന ബഡ്ജറ്റിൽ വകയിരുത്തിനേക്കാളും ഏതാണ്ട് 600 കോടിയോളം ഉറുപ്പിക അധികമാണ്. ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനായി സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്ത അപേക്ഷകൾ കേന്ദ്ര സർക്കാർ പരിഗണിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2014-15 വർഷം മദ്രസ നവീകരണ പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്ത അപേക്ഷകളെല്ലാം തള്ളിക്കളഞ്ഞതായും അദ്ദേഹം ആരോപിച്ചു. ആരാധനാലയങ്ങളുടെ നിർമ്മാണത്തിന് മുമ്പ് കലക്ടറുടെ അനുമതി വേണമെന്ന നിബന്ധന പിൻവലിക്കാൻ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വരണമെന്നും C. മുഹമ്മദ് കുഞ്ഞി ആവശ്യപ്പെട്ടു. വെള്ളം വെള്ളം സർവത്ര വെള്ളം, എന്നാൽ കുടിവെള്ളത്തിന് നെട്ടോട്ടവും. നീലേശ്വരം നഗരസഭയിലെ മുണ്ടേമാട് ദ്വീപിലെ ചെമ്മാക്കര നിവാസികളാണ് മഴക്കാലത്തും കുടിവെള്ളമില്ലാതെ വലയുന്നത്. കാലവർഷം കനത്തിട്ടും ചെമ്മാക്കരയിലെ നിവാസികൾക്ക് കുടിവെള്ളമില്ല. വെള്ളത്താൽ ചുറ്റപ്പെട്ട ദ്വീപിൽ മഴ കനത്തതോടെ പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ്. എന്നാൽ കുടിവെള്ളം ലഭ്യമാകുന്നില്ല എന്നത് അവിശ്വസനീയവുമാണ്. പേരിനു മാത്രം പള്ളിക്കരയിലെ കുടിവെള്ള പദ്ധതി മുഖേന ജലം ലഭിക്കുന്നുണ്ട്. ഇത് ഉപയോഗശൂന്യമാണെന്ന് മാത്രം. വെള്ളത്തിൽ ഉയർന്ന തോതിലുള്ള അമ്ലാംശവും പുളിച്ചുവയും കാരണം പ്രദേശവാസികൾക്ക് കുടിക്കാൻ പറ്റുന്നില്ല. ശുദ്ധജല പരിശോധനയിലും വെള്ളം ഉപയോഗശൂന്യമാണെന്ന് തെളിഞ്ഞതോടെ കുടിവെള്ളത്തിനായി കിലോമീറ്റർ താണ്ടി സഞ്ചരിക്കേണ്ടി വരുന്നു. സ്ഥിരമായിട്ട് പിന്നെ വെള്ളം അടിച്ചിട്ടുണ്ടായ പള്ളിക്കരയിലെ ആ വെള്ളം മോശമായതുകൊണ്ട് ഇപ്പോൾ കുടിക്കാൻ ഒന്നുമില്ല. എന്നാലും അത് അടിക്കുന്നില്ല, പക്ഷേ ആരും കുടിക്കാൻ പറ്റില്ല. അത് ടെസ്റ്റിന് കൊണ്ടുപോയിട്ടാകുമ്പോൾ പിന്നെ കുടിക്കാൻ പറ്റില്ല, അത് പല അസുഖം ഉണ്ടാക്കുന്ന പറഞ്ഞു. അതുകൊണ്ട് നമുക്കിപ്പോൾ പിന്നെ മഴക്കാലമായ പിന്നെ ഈ പുഴയിൽ കറക്കും വെള്ളം പിന്നെ നമുക്ക് കുടിക്കാൻ വെള്ളമില്ല. അതുകൊണ്ട് നമുക്ക് വെള്ളത്തിൻ്റെ സംവിധാനം പിന്നെ ഉണ്ടാക്കേണ്ട സാഹചര്യം വേണം. ഇന്ന് ഇവർക്ക് ആശ്വാസമാകുന്നത് മഴവെള്ളമാണ്. മഴവെള്ളത്തിനായി ഇവർ മഴക്കാലത്തും പല വഴികളും സ്വീകരിച്ചു വരുന്നു. നഗരസഭയിൽ മഴക്കാലത്തും കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്നത് അധികൃതർ അറിയാതെ പോവുകയാണ്. കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം പടന്നക്കാട് ബേക്കൽ ക്ലബ് ഹാളിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ ഉദ്ഘാടനം ചെയ്തു. ബേക്കൽ ക്ലബ്ബ് ഹാളിൽ വെച്ച് നടന്ന 32ാം ജില്ലാ സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ ഉദ്ഘാടനം ചെയ്തു.
MP സുധീന്ദ്രൻ അധ്യക്ഷനായി. ചടങ്ങിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടറായി പ്രൊമോഷൻ ലഭിച്ച സംഘടനാ മുൻ ജില്ലാ പ്രസിഡന്റ് VV പ്രസന്നകുമാറിനെ ഡെപ്യൂട്ടി എക്സൈസ് മുഹമ്മദ് റഷീദ് ഉപഹാരം നൽകി അനുമോദിച്ചു. SSLC +2 ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്തു. CP റെനി, മാത്യു കുര്യൻ, D ബാലചന്ദ്രൻ, MV ബാബുരാജ്, P ശശി, MP മനീഷ് കുമാർ തുടങ്ങിയവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. KK ബാലകൃഷ്ണൻ സ്വാഗതവും P രാജൻ നന്ദിയും പറഞ്ഞു. കാഞ്ഞങ്ങാട് നഗരത്തിന്റെ ഭരണസിരാ കേന്ദ്രം റവന്യൂ പോലീസ് അധികൃതർ പിടിച്ചിട്ട വാഹനങ്ങളാൽ നിറഞ്ഞു. പുതിയകോട്ട കുശാൽ നഗർ റോഡിലാണ് ഗതാഗതക്കുരുക്ക് സൃഷ്ടിക്കും വിധം വാഹനങ്ങൾ നിറഞ്ഞത്. ലീഗൽ സർവീസ് അതോറിറ്റിയുടെ വിധിയുണ്ടായിട്ടും പിടിച്ചെടുത്ത വാഹനങ്ങൾ സൂക്ഷിക്കാൻ അധികൃതർ സൗകര്യമൊരുക്കുന്നില്ല. ഭരണസിരാ കേന്ദ്രമായ പുതിയകോട്ടയിലെ പോലീസ് സ്റ്റേഷൻ, നഗരസഭ, റെസ്റ്റ് ഹൗസ് തുടങ്ങിയ സ്ഥാപനങ്ങൾക്ക് മുന്നിലാണ് പിടിച്ചിട്ട വാഹനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത്. ഒരു വർഷം മുമ്പ് കോടതി ഉത്തരവിനെ തുടർന്ന് മാവുങ്കാലിലെ നിർമ്മിതി കേന്ദ്ര സ്ഥലത്തേക്ക് പിടിച്ചിട്ട വാഹനങ്ങൾ എത്തിച്ചിരുന്നു. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞോടെ വാഹനങ്ങൾ വീണ്ടും ഇവിടെ നിറഞ്ഞ സ്ഥിതിയാണ്. തിരക്കേറിയ റോഡിൽ കാൽനട യാത്ര പോലും സാധ്യമാകാത്ത നിലയിലാണ് വാഹനങ്ങൾ പിടിച്ചിട്ടിരിക്കുന്നത്. മിക്ക വാഹനങ്ങളും തുരുമ്പെടുത്ത് നശിക്കുമ്പോഴും ലേല നടപടികൾ കൈക്കൊള്ളാൻ അധികൃതർ തയ്യാറായിട്ടില്ല. തിരക്കേറിയ റോഡിലെ നിയമലംഘനമാണ് അധികൃതർ നടത്തുന്നതെന്ന് പൊതുപ്രവർത്തകൻ അഡ്വക്കേറ്റ് ഗോപി പറഞ്ഞു. മുനിസിപ്പാലിറ്റി, ട്രഷറി, RD ഓഫീസ്, വില്ലേജ് ഓഫീസ്, താലൂക്ക് ഓഫീസ്, പോലീസ് സ്റ്റേഷൻ, റെസ്റ്റ് ഹൗസ് മുതലായവ സ്ഥിതി ചെയ്യുന്ന റോഡാണിത്. ഈ സ്ഥാപനങ്ങളിലൊക്കെ പോകുന്ന വാഹനങ്ങൾ ഈ റോഡ് കൂടിയാണ് പോകേണ്ടത്. രാവും പകലുമായി അനവധി വാഹനങ്ങൾ ഇടതടവില്ലാതെ പോകുന്ന ഈ റോഡ് പോലീസ് സ്റ്റേഷൻ്റെ മുൻവശത്ത് കൂട്ടിയിരിക്കുന്ന വാഹനങ്ങൾ വളരെയധികം ദുരിതങ്ങൾ ഉണ്ടാക്കുന്നതാണ്. യാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്ക് പോലും ദുരിതങ്ങൾ ഉണ്ടാക്കുന്നതാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അപൂർവ സംഗമത്തിന് സാക്ഷിയായി റംസാനിലെ അവസാന വെള്ളിയും 27-ാം രാവും. പ്രാർത്ഥനയിൽ മുഴുകി ഇസ്ലാം മത വിശ്വാസികൾ. കോൺക്രീറ്റ് തൂണുകൾക്ക് വിട. ഇനി മുതൽ KSEBയിൽ ലൈൻ വലിക്കുന്നത് ട്യൂബ്ലാർ പോളിലൂടെ. എൻഡോസൾഫാൻ ദുരിതബാധിതരെ ചൂഷണം ചെയ്യുന്നതായി പരാതി. നേതാക്കളാണ് ചൂഷണം ചെയ്യുന്നതെന്ന് ദുരിതബാധിതരുടെ രക്ഷിതാക്കൾ. മുട്ടത്തൊടി സഹകരണ ബാങ്കിലെ മുക്കുപണ്ട തട്ടിപ്പ്. അന്വേഷണം ക്രൈംബ്രാഞ്ചിന്. KCN ന്യൂസ് ഇംപാക്ട്. മഞ്ചേശ്വരം ഉദ്യാവര ദേശീയപാതയിലെ വെള്ളക്കെട്ട് നീക്കം ചെയ്തു. KCN വാർത്തയെ തുടർന്നാണ് നടപടി. കാണിയൂർ പാതയ്ക്ക് ബജറ്റിൽ തുക വകയിരുത്തണം. MP-യുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്ക് നിവേദനം. ഇതോടെ ഇന്നത്തെ KCN മലയാളം വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.